മാട ഏരിയയിൽ മുഴുവൻ പഞ്ചായത്തുകളിലും സമ്പൂർണ്ണ വർഗീയ സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണെന്ന് LDF നേതാക്കൾ. LDFിനെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും UDF ഒരുപോലെ ഉപയോഗിക്കുകയാണ്. അധികാരം നേടാനായി കോൺഗ്രസ് നടത്തുന്നത് നാണംകെട്ട രാഷ്ട്രീയ പ്രവർത്തനമെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് പറഞ്ഞു. LDFിനെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും UDF ഒരുപോലെ ഉപയോഗിക്കുകയാണ്. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ ആദ്യഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. തുടർന്ന് ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നതോടെ അപ്രസക്തമായ 4 വാർഡുകളിൽ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തി. BJPക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ള ഒരിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താൻ തയ്യാറാവാത്തത് കോൺഗ്രസ് മുസ്ലിം ലീഗ് BJP വർഗീയ സഖ്യത്തിന്റെ ഫലമായാണ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലും മുഴുവൻ വാർഡുകളിലും കോലീബി ധാരണ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് പറഞ്ഞു. മല്ലോട്ടിത്തവണ 4 BJPക്ക് സ്ഥാനാർത്ഥികൾ. BJPക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരിടത്തും കുഞ്ഞുമംഗലത്തും BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. നിർത്തിയിരിക്കുന്ന 4 വാർഡുകൾ എടുത്താൽ 1, 8, 9, 11 ഈ 4 വാർഡുകളിലും BJPക്ക് കാര്യമായ സ്വാധീനമില്ല. പേരിന് മത്സരിക്കുന്നു എന്ന് വരുത്തി തീർത്ത് BJPയുടെ വോട്ടുകൾ കോൺഗ്രസ് നൽകാനുള്ള ധാരണയായി കഴിഞ്ഞിരിക്കുകയാണ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഇപ്പോൾ 3-ാം വാർഡ് എടുത്ത് നോക്കിയാൽ 3-ാം വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി BJPയുടെ പ്രാദേശിക പ്രവർത്തകൻ. സമീപകാലം വരെ BJPക്ക് വേണ്ടി സജീവമായി ഇടപെടുന്ന ഒരാളാണ്. BJPയുടെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നരേന്ദ്രമോദിയുടെ സ്തുതിയും കേന്ദ്ര ഭരണത്തിന്റെ പുകഴ്ത്തലുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാടായി പഞ്ചായത്തിൽ UDF മുന്നണിയിൽ ജമാഅത്തെ ഇസ്ലാമിയെയും ചേർത്തിരിക്കുകയാണ്. മാടായി പഞ്ചായത്തിൽ പോലും മതരാഷ്ട്രീയവാദികളുടെ പിന്തുണയില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്ത ഗതികേടിലാണ് UDF എന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും LDF നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ K പത്മനാഭൻ, താവം ബാലകൃഷ്ണൻ, T രാജൻ, V വിനോദ്, PV ബാബു രാജേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.